നമസ്കാരം, ഞാൻ പ്രതീഷ് നെല്ലിക്കൂർ. ഓപ്പസ് വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് വീട് നിർമ്മാണ മേഖലയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആർക്കിടെക്ചേഴ്സും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ക്ലാഡിംഗ് സ്റ്റോൺ. അപ്പോൾ ഈ ക്ലാഡിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ നിന്നാണ് ക്ലാഡിംഗ് സ്റ്റോൺ വരുന്നത്, ഈ ക്ലാഡിംഗ് സ്റ്റോൺ ടൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി ക്ലാഡിംഗ് സ്റ്റോൺ മേഖലയിൽ മാത്രം പ്രവൃത്തി പരിചയമുള്ള ഒരു സ്ഥാപനമാണ് പാൻ യൂറോസ്റ്റോൺസ് എന്നുള്ള കമ്പനി, പാൻ യൂറോസ്റ്റോൺസ് LLP. ഈ ഒരു കമ്പനിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവർ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഡിസൈനും ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്ലാഡിംഗ് സ്റ്റോൺ അവൈലബിൾ ആണെങ്കിൽ കൂടെയും പല ഷോപ്പുകളിലെയും ക്ലാഡിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് രാജസ്ഥാനിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ റെഡി മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ പാൻ യൂറോസ്റ്റോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവർ സ്വന്തമായിട്ട് അവിടുന്ന് മെറ്റീരിയൽസ്, അതായത് ഏകദേശം 16 തരം കല്ലുകൾ, നാച്ചുറൽ സ്റ്റോൺസ്, നമ്മുടെ നാട്ടിൽ കരിങ്കല്ല് വെട്ടുകല്ല് പോലെ തന്നെ 16ഓളം വരുന്ന നാച്ചുറൽ സ്റ്റോൺസ് രാജസ്ഥാനിൽ സ്ലാബ് പോലെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണ് പാൻ യൂറോസ്റ്റോൺ എന്നുള്ള കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഒരു കസ്റ്റമർ പ്രിഫറബിളായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാനും ഇവർക്ക് കഴിയും. കാരണം ഇവർ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഏകദേശം ഒരു 16ഓളം വരുന്ന നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ടാണ് നമ്മൾ ഈ ക്ലാഡിങ്ങുകളെല്ലാം ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഐറ്റമാണ് ഇത്, നമ്മൾ റെയിൻബോ എന്ന് പറയും. ഏകദേശം ഒരുപാട് കളറിൻ്റെ മിക്സിങ്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇത് റെയിൻബോയുടെ പാറ്റേൺ ആണ്. റെയിൻബോ ആണ് ഒന്നാമത്തെ ഒരു സ്റ്റോൺ വരുന്നത്. രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ വൈറ്റ് മാർബിൾ നമുക്ക് സ്റ്റോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗാലക്സി, നമ്മൾ മിൽക്കി വേ എന്ന് പറയുമ്പോൾ ആകാശഗംഗ എന്നൊക്കെ പറയും. ഒരുപാട് നക്ഷത്രങ്ങൾ നോക്കി നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു ഫീലാണ്. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് നക്ഷത്രങ്ങളുള്ളതുപോലെയുള്ള ഫീൽസ്. അതുപോലെ തന്നെ ഗാലക്സി. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് പെൻഡൽ എന്ന് പറഞ്ഞ സ്റ്റോണാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സിൽവർ ഗ്രേ എന്നുള്ള മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ നാച്ചുറൽ കെല്ലാഗ്രേ എന്നുള്ളൊരു മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് യെല്ലോ ടേക്ക്. നമ്മുടെ നാട്ടിലെ തേക്ക് വുഡുമായി വളരെ സാമ്യമുള്ളൊരു സ്റ്റോണാണിത്. യെല്ലോ ടേക്ക് സാൻഡ് വുഡിൽ പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന, ഇത് ഏകദേശം സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ വരുന്ന ഏകദേശം 16ഓളം നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ടാണ് നമ്മൾ ഈ ക്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലാഡിംഗ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു വീടിൻ്റെ ഓർണമെൻറ്റ്സ്, അതായത് ജ്വൽസ് ഫോർ ബ്യൂട്ടിഫുൾ ഹൗസസ്, മനോഹരമായ വീടുകൾക്കുള്ള ആഭരണം എന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾ ഈ ക്ലാഡിംഗ് സ്റ്റോണിനെ പറ്റി പറയാൻ വേണ്ടി പറയാം. ക്ലാഡിംഗ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം കൂടി പോളിഷ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആജീവനാന്തം അത് ഭംഗിയായിട്ട് അവിടെ കിടന്നോളും. പിന്നെ എന്തെങ്കിലും ഡസ്റ്റ് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാവുന്നതുമാണ്. ഇതാണ് നമ്മുടെ ഈ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ക്ലാഡിംഗ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ്, ഡിസൈനിങ് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എല്ലാ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. താങ്ക് യു. Melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Want you to feel the way I feel inside. I'm reaching out for help, you got me in a riptide. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause
'cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Fire, change my fate. Yeah, please just blow this flame away. And I hold on for rainy days. It feels like a decade, just please come and save me. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Fire, I know what's on your mind. We do this all the time. We fight and then we're fine. You know I'm yours, you're mine. Oh mine, I'm yours, you're mine. Oh mine, oh mine, I'm yours, you're mine. Oh mine. Why you keep on asking about my friend, Bo? Mess around and put up in the friend zone. With you is like being in the end zone. Touchdown, touchdown, ayy. I be in the box like it's been